ഹായ് ഗൈസ്, ഇന്നലെ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആയിരുന്നു. 3 സർപ്രൈസ് ആയിട്ടാണ് DQ വന്നത്. DQ നായകനായിട്ടുള്ള കാന്ത സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങി. അതുപോലെ തന്നെ DQ നായകനായിട്ട് വരുന്ന ആകാശംലോ ഒക്കെ താരാന്നുള്ള സിനിമയുടെ ഗ്ലിംസ് വീഡിയോ ഇറങ്ങി. രണ്ടും തെലുഗു സിനിമയാണ്. പക്ഷെ ഇതിനെല്ലാം മുന്നേ വലിയൊരു സർപ്രൈസ് മലയാളത്തിൽ തന്നിട്ടുണ്ട്. വേഫർ ഫിലിംസ് DQ പ്രൊഡക്ഷൻ ഹൗസിൽ വരുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത, ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണ്. മിന്നൽ മുരളിക്ക് ശേഷം മലയാളത്തിൽ കിട്ടുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി, അതും ചാപ്റ്റർ 1 ആണ്. ഇഷ്ടം പോലെ സൂപ്പർ ഹീറോസ് ബാക്ക് ടു ബാക്ക് വരാനുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ചാപ്റ്റർ 1 കല്യാണി പ്രിയദർശനും നസ്ലനും ഉള്ളത്. ക്യാമിയോ ആയിട്ട് ദുൽഖറും ടോവിനോയും ഉണ്ടാവും. ഇതിൽ ചന്ദ്ര എന്നുള്ള ക്യാരക്ടർ കല്യാണി പ്രിയദർശനാണ്. ഫസ്റ്റ് സൂപ്പർ ഹീറോ ആണ്. DQ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ സൂപ്പർ ഹീറോസ് ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷ് സിനിമകളിൽ. മാർവൽ കോമിക്സ് ഇറക്കിയ കുറെ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സും DC കോമിക്സ് ഇറക്കിയ കുറെ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് സൂപ്പർ ഹീറോസ് നമ്മളെ പിള്ളേരുടെയും നമ്മളുടെ ഒക്കെ സൂപ്പർ ഹീറോ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ ഇതുപോലെ ഒരു യൂണിവേഴ്സ് തുടങ്ങാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല. DQ ആണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും വൺ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ടീച്ചറാണ്. DQ പറയുന്നത് മലയാളത്തിൽ മാത്രം നിൽക്കുന്ന നടനല്ല, എല്ലാ ഭാഷയിലും കൃത്യമായിട്ട് പോയി അഭിനയിച്ച് പ്രേക്ഷകരെ ഉണ്ടാക്കിയ ഒരു നടനാണ്. ഇപ്പൊ ബർത്ത്ഡേ ആയിട്ട് എത്ര ബർത്ത്ഡേ വിഷസ് ആണ് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഹൈലി ഒരു പേരുള്ള ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് DQ. അപ്പൊ നമ്മൾ ടീച്ചറോട് പോകണം. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ വീഡിയോ കാണുന്ന കുറച്ചു പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഞാനിങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇടക്കിടക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് പോകുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നതിൽ ചിലർ എന്തായാലും വിചാരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഷോ ഉണ്ടാക്കി പറഞ്ഞ ഒരു സിമ്പതി മണിക്കാനാണ്. അങ്ങനെയല്ല, എനിക്ക് ഡെലിവറിക്ക് ശേഷം ഒരു അസുഖം വന്നു. അതിനുശേഷം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ബാക്ക് ടു ബാക്ക് വന്നിട്ടുണ്ട്. എന്റെ ഡെലിവറിക്ക് ശേഷം വന്ന അസുഖം ക്യൂർ ആയിട്ടില്ല. അതിനുശേഷം വന്ന ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കിടക്കുന്നുണ്ട്. അത് ക്യൂർ ആയി വരാനുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. റീസെന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ 3 വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദുൽഖർ സൽമാന്റെ തന്നെ പേരിൽ വന്ന 3 വീഡിയോസ് ഉണ്ട്. റിയാക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂ കാരണം ഒന്നേ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാര്യം എടുത്താൽ തന്നെ രാവിലെ മുതൽ ഞങ്ങൾക്ക് തലവേദനയായിരുന്നു. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ 500,000 തുമ്മൽ ഞാൻ മിനിമം തുമ്മിയിട്ടുണ്ടാവും. അത്രയും ടയർഡാ. ഞാൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് എനർജൈസ്ഡ് ആയിട്ട് വന്നതാണ്. അപ്പൊ നിങ്ങളിൽ പലർക്കും തോന്നും എന്റെ പാർട്ട്ണർ പറയുന്ന പോലെ പിന്നെ നീ എന്തിനായി വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഉണ്ടല്ല, ഈ സിനിമയെ കുറിച്ച് വീഡിയോ എടുക്കാനുള്ളതുണ്ടല്ല, എനിക്കൊരു ജീവിതത്തിലൊരു പ്രതീക്ഷ വരുന്ന ഒരു സാധനമാണ്. ഞങ്ങൾക്ക് പടം സിനിമ പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഞാൻ വളരെ ചെറുപ്പം മുതലേ സിനിമ കാണാറുണ്ട്. വളരെ ചെറുതായ തൊട്ട് തിയേറ്ററിൽ പോയി കാണാറുണ്ട്. എന്റെ അച്ഛനൊരു വലിയ സിനിമാ പ്രാന്തനാണ്. എല്ലാ പടങ്ങളും പോയി കാണാറുണ്ട്. എന്നെ കൂട്ടാറുമുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോവാ. ബാക്കി ഒരു കാര്യത്തിലും അച്ഛന് വലിയൊരു ശ്രദ്ധയില്ലെങ്കിലും ഈ ഒരു കാര്യം എത്തുമ്പം അച്ഛൻ ഫുള്ളി പെർഫെക്റ്റ് ആണ്. സിനിമക്ക് പോവുക, അങ്ങനത്തെ പരിപാടികൾക്ക് ഫുൾ ഓണാണ്. സിനിമ എടുക്കാനുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ എടുക്കുക എന്നുള്ള സംഭവത്തിൽ അടുത്തെത്തും. പക്ഷെ അതങ്ങ് നടന്നു കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുള്ള മനുഷ്യനാണ്. ചിലപ്പോൾ ആ പ്രാന്തായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. എനിക്ക് സിനിമ പറഞ്ഞ ജീവനാണ്. ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ഫാമിലി ഇഷ്യൂ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നല്ലൊരു സിനിമ കണ്ട ഞാൻ റിലാക്സ്ഡ് ആവും. എന്റെ സ്ട്രെസ് റിലീഫാണ് സിനിമ. അതുകൊണ്ട് അത്രയും എനിക്ക് സിനിമ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഞാനിത് പറഞ്ഞേ ഉള്ളൂ. ചിലർക്കെങ്കിലും എന്റെ ഈ ഉത്തരം ആശ്വാസം പകർന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ കരുതുന്നുണ്ടാവും ഇവക്കൊന്നും വേറെ പണിയില്ലേ ആയിരിക്കുന്നവരുണ്ടാവല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ നമുക്ക് നേരെ ടീസറിലോട്ട് പോവാ. ദുൽഖർ സൽമാൻ പ്രസൻസ് ഓരോ കാര്യം പോകുന്നുണ്ട്. വേഫർ ഫിലിംസ് കല്യാണി ആയിരിക്കുവേ. What's your name? Chandra. ഞാനിതൊക്കെ മിത്താണെന്നാ വിചാരിച്ചിരുന്നു. അപ്പൊ ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ?
2020 28-നോ 29-നോ ആണ് ഇറങ്ങുന്നത്. ഏതാ ഡേറ്റ് എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഹൃദയപൂർവ്വത്തിന്റെ കൂടെയാണ് ഇറങ്ങുന്നത് തോന്നുന്നു. 4-5 പടമുണ്ട്. ഫഹദിന്റെ ഓടും കുതിര ചാടും കുതിരയുണ്ട് ഓണത്തിന്. അങ്ങനെ ടൈറ്റ് മത്സരമായിരിക്കും തോന്നുന്നു ഓണം. അടിപൊളി ടീസർ ആയിട്ടുണ്ട്. എന്നാ ഷോട്ടാണ്. നിമിഷ് രവിയാണ് സിനിമാറ്റോഗ്രാഫി, ചമ്മനം ചാക്കോന്ന് എഡിറ്റിംഗ്, ജെയ്ക്സ് ബിജോയിന്റെ മ്യൂസിക് കിട്ടില്ല പറഞ്ഞാൽ കിട്ടില്ല. ഈ ടീസറിൽ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ഷോട്ടൊക്കെ പൊളിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ടീസർ കണ്ടിടത്തോളം വേറെ ലെവലാണ്. പ്രോമിസിംഗ് ആയ ടെക്നീഷ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ. അതായത് ടോവിനോട് തരംഗം ഡയറക്ട് ചെയ്ത ആളാണ്. തരംഗം അത്ര മോശമായ ഒരു പടം ഒന്നല്ല, ഭയങ്കര സംഭവമായിട്ടില്ലെങ്കിലും. പക്ഷെ എന്തായാലും ഈ ഒരു പടം ഹൈലി പ്രോമിസിംഗ് ആണ്. കുറച്ച് ചെലവെടുത്ത് ചെയ്ത ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു എക്സ്പെരിമെന്റ് റൂം കാണിച്ചതിലും ഓരോ സംഭവത്തിലും എല്ലാം കുറച്ചൊരു കാശിട്ട് ഇറക്കിയ ഒരു പരിപാടി കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റിംഗ് ആയിരിക്കേണ്ട ഒരു ഹൈലി വെയിറ്റിംഗ് ആയ സാധനമുണ്ട്. ദുൽഖർ ഉണ്ടാവും, നമുക്ക് നോക്കണം. ടോവിൻ എന്തായാലും ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ഒരു യൂണിവേഴ്സ് സ്റ്റാർട്ട് ആവാൻ പോവാണ്. വേറെ ലെവൽ ഫീലിംഗ് ആണ്. കല്യാണി പ്രിയദർശൻ ഈ ഒരു ക്യാരക്ടർ ആപ്റ്റ് ആണ്. പുള്ളിക്കാരുടെ ഒരു ഹൈറ്റ്, ഒരു അപ്പിയറൻസ്, ബോഡി, മുഖം എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ഒരു ലുക്ക് ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് അടിപൊളിയായി ഈ ഒരു ടീസറിൽ കാണാനുണ്ട്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്പെഷ്യൽ ലുക്ക് കൊടുത്തിട്ടുണ്ട്. നസ്ലനെ രക്ഷിക്കാൻ വരുന്ന ഒരു ക്യാരക്ടറായിട്ട് ആവാനാ സാധ്യത. ഇവരെല്ലാരും കൂടെ ഒരു അടിപൊളി ഒരു യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യട്ടെ നമ്മളെ സ്വന്തം മലയാളത്തിന്. ഇവരെല്ലാരും ചേർന്നിട്ട് ഒരു ഓൾ ഉണ്ടാക്കുവോ നമുക്ക് നോക്കാവോ. നിങ്ങൾക്ക് ഈ ടീസർ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് കല്യാണി, എങ്ങനെയുണ്ട് നസ്ലൻ, ഈ ഒരു ടീസർ എങ്ങനെയുണ്ട്? ദുൽഖർ ഉണ്ടാവോ, ടോവിനോ ഉണ്ടാവോ ക്യാമിയോ ആയിട്ട്? എന്തൊക്കെയാണ് ഈ ടീസറിനെ പറ്റി, ഈ സിനിമയെ പറ്റി നിങ്ങളെ വിലയേറെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ. മറക്കല്ലേ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയല്ലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.